തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയെ തുടർന്ന് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം തേടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സുമയ്യ കോടതിയിലേക്ക്. വീഴ്ച സമ്മതിച്ചതല്ലാതെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്ന് സുമയ്യ പറഞ്ഞു. 24 ആണ് സുമയ്യയുടെ ദുരവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത്. ശസ്ത്രക്രിയയിലുണ്ടായ പിഴവിൽ ഗൈഡ് വയർ ശരീരത്തിൽ കുടുങ്ങിയ സുമയ്യ നീതി തേടി നിയമ നടപടിക്ക്. ജോലിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് സുമയ്യ കോടതിയെ സമീപിക്കും. വീഴ്ച സമ്മതിക്കുന്ന സർക്കാർ പക്ഷേ നീതി ഉറപ്പാക്കാൻ ഒന്നും ചെയ്തില്ലെന്നാണ് പരാതി. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ലെന്നും സുമയ്യ പറയുന്നു. എനിക്ക് ഈ സർജറി കഴിഞ്ഞിട്ടും ഇതുവരെയ്ക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. ഇതുവരെയ്ക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. താനിപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും സുമയ്യ. ഇടയ്ക്കിടയ്ക്ക് കാലിലിങ്ങനെ നീര് വരാറുണ്ട്, ശ്വാസമുട്ടും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശസ്ത്രക്രിയ നടത്തി 50 സെന്റിമീറ്റർ നീളമുള്ള ഗൈഡ് വയർ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. കോടതിയിൽ കുടുംബം നാളെ ഹർജി ഫയൽ ചെയ്യും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.